ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കണ്ണ് ചികിത്സയിലെ മനഃശാസ്ത്രം എന്ന കഥയാണ്. അപ്പോൾ കണ്ണ് ചികിത്സയിൽ മനഃശാസ്ത്രം ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കാം. ഉണ്ട്, അത് പറഞ്ഞുതരാം. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിത്യ ചൈതന്യ എഴുതി ജീവിച്ചിരിക്കുന്ന കാലത്ത് വർക്കല നാരായണപുരത്തിൽ വെച്ച് ഒരു കണ്ണ് ചികിത്സ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. മധുരയിലുള്ള അരവിന്ദായി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടാണ് ഈ ക്യാമ്പ് നടത്തിയത്. അവരോടൊപ്പം ഒപ്താൽമോളജിസ്റ്റുകളും ഒപ്ട്രോമിസ്റ്റുകളും വന്നിരുന്നു. ടെക്നീഷ്യൻസാണ് എല്ലാം. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇവർ വരുന്ന ടീം അതിൻ്റെ ചിലവെല്ലാം ഈ അരവിന്ദ് ഹോസ്പിറ്റലിൽ തന്നെ വഹിക്കും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ചിലവ്, ഇവിടെ എന്ന് വെച്ചാൽ ഈ ക്യാമ്പ് നടത്താനുള്ള ചിലവ്, ഈ രോഗികളെ ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗികളെല്ലാം മധുരയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവിടെ കൊണ്ടുപോകാനുള്ള ചിലവ്, അവരുടെ ചികിത്സാ ചിലവ്, ചികിത്സയൊക്കെ ഫ്രീയാണ്. തിരിച്ചു കൊണ്ടുവന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കാനുള്ള ചിലവ്, അതെല്ലാം ഗുരുകുലം വഹിക്കണം. അങ്ങനെ ആ കണ്ടീഷനിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ക്യാമ്പ് തുടങ്ങി. ക്യാമ്പിൽ തൊട്ടടുത്ത് ഈ ഗുരുകുലത്തിൻ്റെ തന്നെ ഒരു ശാഖയായ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ തൊട്ട് ചേർന്നൊരു അന്ധവിദ്യാലയമുണ്ട്. ആ അന്ധവിദ്യാലയത്തിൽ ഒരുപാട് കുട്ടികൾ ഈ ക്യാമ്പിൽ പരിശോധനയ്ക്കായി വന്നിരുന്നു. പിന്നെ മറ്റ് പല അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ആൾ, വലിയൊരു ക്യാമ്പായിരുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് കണ്ണ് ചികിത്സക്ക് വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ വിധേയമാകാൻ താല്പര്യമുള്ള ആളുകളാണ് അവിടെ കൂടിയിരുന്നത്. പിന്നെ അതിൻ്റെ ചിലവുകൾ, അവർക്കുള്ള ഭക്ഷണം, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അതെല്ലാം ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് വളണ്ടിയേഴ്സായിട്ട് ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും 10ാം നമ്പർ ഇതിലാണ് വന്നിരുന്നത്. അത് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് 10ാം നമ്പർ ഡെസ്കിൽ ആണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ അവിടെയാണ് ഈ വിദ്യാർത്ഥികൾ കൂടുതലും ഇവിടെ വരുന്നത്. അവിടെ വന്നിട്ട് അവിടെ പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതിലോട്ട് വിടുന്നത്. അങ്ങനെ അവിടെ ഞങ്ങളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, അന്ധവിദ്യാലയത്തിൽ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില കുട്ടികളോട് ഈ ഡോക്ടർമാർ ഭയങ്കര പരുഷമായിട്ടാണ് പെരുമാറുന്നത്, വളരെ മോശമായിട്ട്. നമ്മളങ്ങനെ ഒരു ഡോക്ടറെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ, ഒരു വിശമ്പനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാളങ്ങനെ അരിശപ്പെട്ട് ഡോക്ടർമാരെ അടുത്ത് മുഷ്ടി ചുരുട്ടി ചെല്ലുകയും ചെയ്തു. എന്തിന് ഡോക്ടർമാരിങ്ങനെ പറയുന്നു, അവരോട് ശാന്തമായിട്ട് സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവർ വളരെ ശാന്തമായിട്ട്, നിങ്ങളാര്, നീ ആരപ്പാ, ഇതൊക്കെ ഞങ്ങളുടെ പണി, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട എന്ന് അയാൾ പറയുന്നു. അങ്ങനെ പിന്നെ അവിടെ ഒരു ബഹളമായി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികളോട് ഈ ഡോക്ടർമാർ പറയും, നിനക്ക് കണ്ണേ കിടക്കാതെ, നീ പോയി വേറെ വല്ല പണി നോക്കണേ, നിനക്ക് കണ്ണേ ഇല്ല, കണ്ണ് കിട്ടൂല നിനക്ക്, നീ പോ. അതെല്ലാം വളരെ പരുഷമായിട്ടുള്ള, എത്ര നീചമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മറുപടികളാണ് കുട്ടികൾക്ക് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഷോക്ക് ഡിസിപ്ലിനാണ്, ഷോക്ക് ഡിസിപ്ലിൻ. അപ്പോൾ ഇങ്ങനെ വലിയ ബഹളമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നേതാവ്, അതിലൂടെ ഒരു പ്രധാന ഡോക്ടർ, ചീഫ് ഡോക്ടർ കൂടെയുണ്ട്. അയാൾ അവിടെ ഒരു ക്യാബിനിൽ ഇരുത്തിയിരിക്കുകയുണ്ടല്ലോ. അയാൾ ഞങ്ങളെ വിളിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഇവർ വളരെ പരുഷമായിട്ട് കുട്ടികളോട് സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്. വളരെ ശാന്തമായിട്ട്, പാവം കുട്ടികൾ, കണ്ണില്ലാത്ത കുട്ടികളാകുമ്പോൾ കുറച്ച് മാനസികമായിട്ട് വിഭ്രാന്തിയുള്ളവനായിരിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ദയവോടുകൂടി പെരുമാറണ്ടേ, സംസാരിക്കണ്ടേ. ഇവരങ്ങനെയല്ല, റഫായിരുന്നു ഇവരുടെ പെരുമാറും. അപ്പോൾ അയാൾ അതിന് മാപ്പ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് മാപ്പ് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ചികിത്സയുടെ ഒരു ഭാഗമാണ്. ഇതിനാണ് ഷോക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും കണ്ണ് കിട്ടുമെന്ന്? കിട്ടില്ല. കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട് ബന്ധപ്പെട്ട് കണ്ണ് മാറ്റിവെക്കാനുള്ള കൃഷ്ണമണി ചില ശാസ്ത്രീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് അറിഞ്ഞൂടാ.
ചില കുട്ടികൾക്ക് തീരെ കിട്ടില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളോട് പറയുകയാണ് നിനക്ക് കണ്ണ് ശരിയാകാൻ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് നൽകപ്പെടുന്ന കണ്ണില്ലാത്ത കുട്ടികൾക്ക് നൽകപ്പെടുന്ന പരിശീലനങ്ങൾ അവർ ത്യജിക്കും, അവർ ഉപേക്ഷിക്കും, വേണ്ടെന്ന് വയ്ക്കും. കണ്ണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവനിരിക്കും. അപ്പോഴേ കണ്ണില്ലാത്ത കുട്ടികൾ ഒരിക്കലും കണ്ണ് കിട്ടില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ അവർ അതിനുള്ള ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടന്നു പോവുക, സ്റ്റിക്ക് തട്ടി തട്ടി അതിൻ്റെ പ്രതിഫലനം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, തടസ്സമുണ്ട്, അല്ലെങ്കിൽ അവിടെ കുഴിയുണ്ട്, അതിനെതിരെ വരുന്ന ആളുണ്ട്, വണ്ടിയുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെയിലി, കണ്ണില്ലാത്തവർക്ക് വേണ്ടിയുള്ള ബ്രെയിലി സമ്പ്രദായം. ബ്രെയിലി ഇങ്ങനെ കൈകൊണ്ട് പരിശോധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ അക്ഷരങ്ങളുടെ കൂടെ അക്ഷരങ്ങളിൽ മൃദുലമായിട്ട് തലോടിക്കൊണ്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഇവർ ഉൾക്കൊള്ളില്ല, ഇവന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. ഇവനെ ശാന്തനാക്കി വിടാം. അപ്പോൾ ശാന്തനാക്കിയല്ല വിടാനുള്ളത്, അവനെ പരുഷമായിട്ട് പറഞ്ഞ് നിനക്ക് കഴിഞ്ഞ് ഈ കണ്ണ് കിട്ടൂല, ചികിത്സ കൊണ്ട് കണ്ണ് കിട്ടൂല, നീ പഴയ കാര്യങ്ങൾ മറക്കാതെ അത് പഠിച്ച് അത് പരിശീലിക്കുക, എങ്കിൽ മാത്രമേ നിനക്ക് മുന്നോട്ട് മുന്നേറാൻ പറ്റൂ. അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ആണെങ്കിലും ഇത് വെസ്റ്റേൺ സ്റ്റൈലാണ്. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് വിദേശ രാജ്യങ്ങളും കാണുന്നത് ഈ തരത്തിലുള്ള ഒരു ഷോക്ക് ഡിസിപ്ലിൻ്റെ പാർട്ടാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മുടെ കിഴക്കൻ രാജ്യങ്ങളിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് കണ്ണ് കാണില്ല എന്ന് വെച്ചുകൊണ്ട് അവരെ മാനസികമായിട്ട് തറക്കുന്നതിന് പകരം അവൻ്റെ നല്ല ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവനെ പൂഴ്ത്തിക്കൊണ്ട് അവൻ്റെ ക്വാളിറ്റിയെ നമ്മൾ കൂടുതൽ നമ്മൾ സ്വീകാര്യത നൽകിക്കൊണ്ട് അതിലും വലിയൊരു നന്മ അവന് കാണിച്ചു കൊടുക്കുക, ഇതാണ് നിൻ്റെ വഴി. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവന് കുറച്ചുകൂടെ ആശ്വാസം കിട്ടുക. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലാണ്. അതല്ലാതെ ഈ തരത്തിലുള്ള സ്റ്റൈൽ മറ്റേത് ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ വശമാണെങ്കിലും അത് കേട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും സ്വീകാര്യമല്ലാതായി തീർന്നു. അപ്പോൾ കുട്ടികളുടെ മാനസികത എന്തായിരിക്കും? പക്ഷേ കുട്ടികളെ ഈ തരത്തിൽ കൊണ്ടുപോയാൽ മാത്രമേ കുട്ടികൾ അവർ പരിശീലിച്ച ആ മുറകൾ അല്ലെങ്കിൽ ഈ കണ്ണില്ലാത്ത വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്ന സാങ്കേതിക പഠനങ്ങൾ മറക്കാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നെ കുറേ കുട്ടികൾ കണ്ണ് കിട്ടാൻ അല്ലെങ്കിൽ ഓപ്പറേഷനുള്ള കണ്ണ് മാറ്റിവെക്കാൻ സൗകര്യമുള്ള അല്ല അതിനുള്ള അവസരങ്ങളുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെല്ലാം ഞങ്ങൾ ബസ്സിൽ കയറ്റി മധുരയിൽ കൊണ്ടുപോയി ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു.